ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആലുവയിൽ നിന്നും 12 വയസ്സുകാരിയെ കാണാതാകുന്നത്. തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ കാണാതായ പെൺകുട്ടിയും അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ സുഹൃത്തിനെ പോലീസ് കണ്ടെത്തുകയായിരുന്നു. വളരെ നീണ്ടൊരു യാത്രയായിരുന്നു, നീണ്ട ഒരു ദൗത്യമായിരുന്നു അല്ലേ? വളരെയധികം അവരെ കണ്ടെത്തുള്ള പ്രതീക്ഷ ഉറപ്പായിരുന്നു. എന്തായിരുന്നു? മംഗലാപുരം ലൊക്കേഷൻ ഒരു ചെറിയ ഒരു തരി മാത്രമുള്ള ഒരു ലൊക്കേഷനായിരുന്നു. ആ പ്രതീക്ഷ വെച്ചാണ് ഞങ്ങൾ മംഗലാപുരത്തേക്ക് പോയത്. ആ സമയം 8 മണിക്കൂർ ഗ്യാപ്പിലായിരുന്നു അവരും ഞങ്ങൾ തമ്മിൽ. പിന്നീട് ഞങ്ങൾ ഈ മൊബൈൽ കൃത്യസമയങ്ങളിൽ ഓൺ ചെയ്യാത്ത കാരണം ഞങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും ലൊക്കേഷനുകൾ കിട്ടാനായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ ഓരോരോ വഴികൾ നോക്കി ഈ ആളിലേക്ക് എത്തുകയായിരുന്നു. കോലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം വരെ വന്നു. അവിടെ ശേഷമാണ് ഇവർ നിസാമുദ്ദീനിലേക്ക് ട്രെയിൻ കയറി യാത്ര പുറപ്പെട്ടത്. നിസാമുദ്ദീനിൽ വെച്ചിട്ട് ഞങ്ങളെ സഹായിക്കാനായിട്ട് റെയിൽവേ പോലീസുണ്ടായിരുന്നു, അവിടുത്തെ പൂനെ ലോക്കൽ പോലീസും ഉണ്ടായിരുന്നു. എന്തായാലും വളരെ ടാസ്കി ആയ ഒരു ജോലിയായിരുന്നു. അത് ഞങ്ങൾ കറക്റ്റായിട്ട് കാര്യം നിർത്തി. അദ്ദേഹം മൊബൈൽ ഓൺ ചെയ്യുന്നത് വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും, എപ്പോഴൊക്കെ കിട്ടും. അതനുസരിച്ച് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സൈബർ സെല്ലിൽ നിന്ന് വിവരങ്ങൾ അറിയാം. എന്തായാലും കുട്ടിക്ക് ഒന്നും സംഭവിക്കാതെ കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ നിറവേറ്റി. ആൾക്ക് ഇവിടെ നിന്ന് പോയി ഇത്രയും വലിയ നഗരത്തിലൊക്കെ ചെന്ന് പെട്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു പേടിയും ഭയം അതൊക്കെ ഉണ്ട്. ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ആർക്കും ചൂഷണം ചെയ്യാൻ പറ്റിയൊരു പ്രായമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആയിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മളിവിടുന്ന് ഇറങ്ങി തിരിച്ചപ്പോഴും കൊണ്ടുവരണം എന്നുള്ള ഏതറ്റം വരെ പോയാലും കൊണ്ടുവന്നിട്ടേ നമ്മൾ അടങ്ങും എന്നുള്ളൊരു വാശിയാണ്. എവിടം വരെ പോയാലും അതാണ് ലൊക്കേഷൻ മാറി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളതിൻ്റെ പുറകെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് വളരെ അഭിനന്ദാർഹമായൊരു പ്രവൃത്തിയാണ്. ഇവിടുന്ന് ഇവർ ശനിയാഴ്ച പോയി ഇന്ന് വ്യാഴാഴ്ച 6 ദിവസത്തിന് ശേഷമാണ് ഇവർ തിരിച്ചെത്തിയിട്ടുള്ളത്. ആ പെൺകുട്ടിയെ കണ്ടെത്തും, തിരിച്ചിവിടെ എത്തിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് അവർ എറണാകുളത്തു നിന്നും പുറപ്പെട്ടത്. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. തികച്ചും കേരള പോലീസിൻ്റെ ഈ പ്രവൃത്തി അഭിനന്ദിക്കാതെ വയ്യ. സുജയ് എഡ്വേർഡിനൊപ്പം സ്നേഹ മോഹൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.